രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിൽ പ്രതിരോധത്തിലായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. രാഹുലിനെതിരെ പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്ന സതീശന്റെ വാദം അങ്ങനെ അവസാനം പൊളിയുകയാണ്. 2022 ഫെബ്രുവരി 9 പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലെത്തി യുവതി പരാതി നൽകിയെന്ന മുൻ യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള എ.കെ. ഷാനിബിന്റെ വെളിപ്പെടുത്തൽ ഇന്നുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഷാഫി പറമ്പിലിനെതിരെയും ഒക്കെ ലൈംഗിക പീഡന പരാതി നൽകിയെങ്കിലും അതിലൊന്നും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല എന്നാണ് മുൻ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ കൈരളി ന്യൂസിനോടുള്ള വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നത്. സുലേഖ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോൺഗ്രസിലെ പല മുതിർന്ന നേതാക്കളും ഇത്തരത്തിൽ പലതവണ അതൃപ്തി അറിയിച്ചിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുകയും അതിനൊപ്പം തന്നെ വലിയ പിന്തുണ നൽകുകയും ചെയ്ത നേതാവാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉയർന്നു വന്ന വിവാദങ്ങളും ആരോപണങ്ങളും അത് വി.ഡി. സതീശൻ ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അത്തരത്തിൽ വലിയ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിലിന് വി.ഡി. സതീശൻ നൽകിയിരുന്നു. പലതവണ ഇത്തരത്തിൽ പല ആരോപണങ്ങളും ഉയർന്ന ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലയാണ് വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതികളൊന്നും ലഭിച്ചിട്ടില്ല എന്നതാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. പക്ഷേ ഇന്നലെ പ്രതികരിച്ച നടിയടക്കം പറഞ്ഞത് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ മാധ്യമങ്ങൾ വി.ഡി. സതീശനോട് ഈ പരാതി മറച്ചു വെച്ചത് എന്തുകൊണ്ട് ഈ പരാതി പുറത്തു വന്നില്ല എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ച ഘട്ടത്തിൽ പറഞ്ഞ പ്രതികരണം അല്ലെങ്കിൽ വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം എന്ന് പറയുന്നത് ഇതാണ്. എനിക്ക് ഒരാളും പരാതി തന്നിട്ടില്ല. എൻ്റെ നിയോജകമണ്ഡലത്തിലെ കുട്ടിയുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഇതൊരു മെസ്സേജ് അയച്ച വിഷയമാണ്. അങ്ങനെ ഒരു ആരോപണവും ഉയർന്നിട്ടില്ല. പാർട്ടിയുടെ ശ്രദ്ധയിൽ അങ്ങനത്തെ ഒരു ആരോപണം, നിങ്ങൾ ഈ പറയുന്ന ആരോപണങ്ങൾ ഒന്നും വന്നിട്ടില്ല. പാർട്ടിക്ക് ഒരു പരാതിയും വന്നിട്ടില്ല. ഇതിനൊപ്പം തന്നെ ഈ പ്രതിപക്ഷ നേതാവിന്റെ വാദങ്ങൾ പൊളിക്കുന്ന നിരവധി കാര്യങ്ങളും ഇന്ന് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ മുൻ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന എ.കെ. ഷാനിബ് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് 2022 ഫെബ്രുവരി 9 പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലെത്തിയ ഒരു യുവതി ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഒരു പീഡന ആരോപണ പരാതി നൽകിയിരുന്നു. അതിൽ ഒരു നടപടി ഉണ്ടായില്ല എന്നതാണ് എ.കെ. ഷാനിബ് ഇന്ന് പറഞ്ഞു വെച്ചത്. അതിനൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഒപ്പം ഷാഫി പറമ്പിലിനെതിരെയും ലൈംഗിക പീഡന പരാതി ഉയർന്നിരുന്നു. അന്നും ഇത്തരത്തിൽ വി.ഡി. സതീശനാണ് ആ പരാതി നൽകിയത്. പക്ഷേ അതിലൊന്നും നടപടി ഉണ്ടായില്ല എന്നതാണ് എ.കെ. ഷാനിബ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തിൽ മറ്റൊരു പരാതി കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് പരാതി കിട്ടിയിട്ടില്ല എന്നാണ്. എന്നാൽ ഞാൻ കൃത്യമായിട്ട് ഡേറ്റ് വെച്ച് ഞാൻ പറയാം. 2022 ഫെബ്രുവരി 9 ഞാൻ ഇത് കൈരളിയിലൂടെ ഇപ്പോ ആദ്യമായിട്ട് ഞാൻ കൃത്യമായിട്ട് പറയാണ്. 2022 ഫെബ്രുവരി 9 പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ പോയിട്ട് കന്റോൺമെന്റ് ഹൗസിൽ പോയിട്ട് പ്രതിപക്ഷ നേതാവിന് നേരിട്ട് പരാതി കൊടുത്തതിന്റെ തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു കോൺഗ്രസുകാരിയായിട്ടുള്ള ഒരു യുവതി പരാതി കൊടുത്തതിന് കൂടുതൽ എനിക്ക് നേരിട്ടറിയാവുന്ന എന്റെ സുഹൃത്തായിട്ടുള്ള ഇന്നും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതാണ്. ഇയാളുമായി ഏറ്റവും അടുപ്പം പുലർത്തുന്ന ഈ പറയുന്ന പാലക്കാട് മുൻ MLA-യുമായും ഇപ്പോഴത്തെ വടകര MP ആയിട്ടുള്ള ആളുമായിട്ടും അതുപോലെ ഇപ്പോഴത്തെ പാലക്കാട് MLA-യുമായിട്ടും വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാൾക്ക് ഇതുവരെ ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് വരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ആ പെൺകുട്ടി അന്ന് പരാതി കൊടുക്കും, ആ യുവതി പരാതി കൊടുക്കാൻ പോകുന്ന സമയത്ത് അവരുടെ ഭർത്താവ് ആശുപത്രിയിൽ അഡ്മിറ്റായ സമയത്ത് ആ സാഹചര്യത്തിൽ പോലും മറ്റൊരാൾ ആശുപത്രിയിൽ നിൽക്കാനില്ലെങ്കിൽ പോലും നേരിട്ട് പരാതി തന്നാൽ നടപടി എടുക്കാമെന്ന ഉറപ്പിന്മേൽ ആ യുവതി യാത്ര ചെയ്ത് തിരുവനന്തപുരത്തെത്തി പ്രതിപക്ഷ നേതാവിനെ കണ്ട് പരാതി കൊടുത്ത് ഉടനടി നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും ആ കാര്യത്തിൽ നടപടി ഉണ്ടായിട്ടില്ല. എന്തായാലും നിലവിൽ ഉയർന്നു വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ അതിനൊപ്പം തന്നെ വിവാദങ്ങൾ അതൊക്കെ തന്നെയും വി.ഡി. സതീശനും ബാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ വലിയ രീതിയിൽ സംരക്ഷിക്കുകയും പിന്തുണ നൽകുകയും ചെയ്തത് വി.ഡി. സതീശനാണ്. ഇത്തരത്തിൽ പരാതികൾ തനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറയുന്ന ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ തന്നെ കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെയും ഇത്തരത്തിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. എന്തായാലും ഇത് വി.ഡി. സതീശനെ കൂടി ബാധിക്കുന്ന കാര്യമാണ്. നാളെയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരുമെന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭദ്ര. ശരി, സുലേഖയാണ് വിവരങ്ങൾ നൽകിയത്.